ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കുറച്ച് സ്പൈസസ് ആണ് ഈ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിരാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തേങ്ങാപ്പാലാണ് നമ്മുടെ സ്റ്റൂവിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റൂ ആണെങ്കിലും നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാന് ശേഷം നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കണ്ണ് പോവും, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കൊത്തിരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടെ ഇട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയും കൂടെ ഇട്ട ശേഷം നമ്മൾ ഇളക്കിയതിന് ശേഷം ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാനും ആ നിയമം ഇതിൽ പാലിക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മുടെ സ്വന്തം ചിക്കൻ ശ്രദ്ധിക്കുക, നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് സ്റ്റൂവിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഈ ഉള്ളിയിലും ഒക്കെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ എണ്ണയിലൊക്കെ കിടന്ന് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ആ ചിക്കനിലേക്ക് പിടിക്കും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വാട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം, ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ ചിക്കൻ വാട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് വൈറ്റ് കളറായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ്, ക്യാരറ്റും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതും കൂടെ ഇട്ട് അതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനിലേക്കും ആ എണ്ണയിലേക്കൊക്കെ നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഈ ഉള്ളിയിൽ തന്നെ വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ സ്വാദെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിരിക്കും. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മളിതാ തേങ്ങയുടെ 2-ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല്, രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാലാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അങ്ങനെ പാല് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി യോജിപ്പിന് ശേഷം ഇതൊന്ന് നമ്മൾ മൂടി വെച്ച് വേവിക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, കാരണം നമ്മൾ വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മൂടി വെക്കുന്നത്. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു തള വന്നതിന് ശേഷം ഇതേപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കുരുമുളകും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുരുമുളക് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ സ്റ്റൂ ആയതുകൊണ്ട് അറിയാമല്ലോ, എരിവ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ എരിവ് അധികം വേണ്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വെള്ളയപ്പം കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റൂവിന് മെയിൻ കോമ്പിനേഷനാണല്ലോ വെള്ളയപ്പം. അപ്പോൾ അതുകൊണ്ട് വെള്ളയപ്പം കൂടെ ഇപ്പുറത്തെ അടുപ്പിൽ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റൂവിലെ നമ്മുടെ വെള്ളമൊക്കെ, ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്ന് ഒക്കെ വെന്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മുടെ 1-ാം പാൽ നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളയ്ക്കാൻ പാടില്ല. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തത്. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് ഞാൻ അരച്ച് വെച്ചതുണ്ട്. ആ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ സ്റ്റൂവിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത്
ഇതൊന്ന് ഭംഗിയായി കുട്ടപ്പനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നന്നായിരിക്കും കഴിക്കാൻ. ഞാനിവിടെ അപ്പമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ.